എവ്രിവൺ. നമ്മുടെ ഫിൻടെസ്റ്റിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് വളരെ എനർജറ്റിക് ആയിട്ട് നല്ല സന്തോഷത്തിൽ ഇരിക്കണമെന്ന് അറിയാം. നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ഫിൻടെസ്റ്റിന്റെ എക്സാം വളരെ ഈസിയാന്ന് പറയുന്നില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ എന്തെങ്കിലും ചെറിയ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. 60 മാർക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ് എനിക്ക്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളതും എനിക്കറിയാം. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, മിസ് അത് ഇങ്ങനെ എഴുതിയാൽ മതിയോ, ഇങ്ങനെ എഴുതിയാൽ മതിയോ, അതിങ്ങനെ എഴുതിയാൽ ശരിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചില നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നിയിട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എല്ലാവരും ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ എന്തെല്ലാം ആണ്, എങ്ങനെയെല്ലാം ആണ് വരേണ്ടത്, എങ്ങനെ എഴുതിയാൽ എനിക്ക് ഫുൾ സ്കോർ കിട്ടും, ഞാൻ ടോപ്പർ ആവും എന്നൊക്കെ അറിയണ്ടേ? അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിൻടെസ്റ്റിലെ ഫസ്റ്റ് 7 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 7 ക്വസ്റ്റ്യനിൽ നമുക്ക് 8 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ 8 ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 7 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അതിലൊന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 7 ക്വസ്റ്റ്യൻസ് ഓരോ മാർക്ക് വീതമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വെച്ചൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? മൊളാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ് is dash than മൊളാരിറ്റി അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമുക്കറിയാം മൊളാരിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ എന്താണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമുക്കറിയാം. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസെൻട്രേഷൻ ടേം ആണ് മൊളാരിറ്റി എന്ന് നമുക്കറിയാം അല്ലേ? എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ നമുക്കറിയാം മൊളാരിറ്റി എന്താ മക്കളെ? മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. വോളിയം എന്ന് പറയുന്നത് താഴെയാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കും? വോളിയം ആൾസോ ഇൻക്രീസസ്. വോളിയം കൂടിയാൽ ഈ ടേം കൂടല്ലേ? ഈ ടേം കൂടിയാൽ മൊളാരിറ്റി വിൽ ബി ഡിക്രീസസ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ് ആയാൽ, അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ് ആയാൽ മൊളാരിറ്റിയിൽ എന്ത് വ്യത്യാസം? മൊളാരിറ്റി അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ് ആയാൽ വോളിയം വിൽ ബി ഇൻക്രീസസ്, മൊളാരിറ്റി വിൽ ബി ഡിക്രീസസ്. അപ്പോൾ നമുക്ക് പറയാം മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ at 60 degree Celsius is less than molarity at 30 degree Celsius. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? നമുക്കിത് അറിയാവുന്നതാണ്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നറിയുന്നതാണ്. പക്ഷെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും നമ്മൾ പ്രതീക്ഷിച്ചില്ല അല്ലേ? അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ആൻസർ എല്ലാവർക്കും ശരിയാക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ഒരു മാർക്ക് കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതും നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് തന്നെയാണ്. എന്തായിരുന്നു? പീപ്പിൾ ആഡ് NaCl ടു വാട്ടർ വൈൽ ബോയിലിംഗ് എഗ്സ്. ദിസ് ഇസ് 2. നമ്മൾ എന്താ സംഭവിക്കുന്നത്? ഒരു സൊല്യൂട്ടാണ് അല്ലേ? NaCl എന്ന് പറയുന്നത് ഉപ്പ്, ഒരു സൊല്യൂട്ടാണ്. ആ സൊല്യൂട്ടിനെ നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ മുട്ട ബോയിൽ ചെയ്യുന്ന സമയത്ത്, മുട്ടല്ലേ, മുട്ട പുഴുങ്ങുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ അതിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ അവിടെ സംഭവിക്കുക എന്നുള്ളതാണ് പ്രോബ്ലം. എന്താണ് ക്വസ്റ്റ്യൻ? നമുക്കതും അറിയാം. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്ന ബോയിലിംഗ് പോയിന്റിന്റെ എലവേഷൻ നടക്കും. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഡിക്രീസസ്. ആ സമയത്ത് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? ഇൻക്രീസസ് ദ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് എന്ത് സംഭവിക്കും? എലവേഷൻ നമുക്കറിയാം. എന്ത് ചെയ്യും? ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് നമുക്കറിയാം. ആൻസർ വളരെ സിമ്പിൾ ആണല്ലോ. 2 മാർക്കും ഓക്കെ ആയിട്ടുണ്ടാവും അല്ലേ? ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, what is camphor in N2 gas is an example for. ഇത് NCERT-ലുള്ള ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ഞാൻ സൊല്യൂഷൻ തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ഞാൻ ആ ടേബിൾ വെച്ചിട്ട് തന്നെയാണ് ക്ലാസ് തുടങ്ങിയിരുന്നത്. NCERT-ൽ ആ ടേബിൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം അവിടെ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എക്സാമ്പിൾ എടുത്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും എന്നൊക്കെ ഞാൻ ആ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. അത് ശ്രദ്ധിക്കാതെ പോയോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തത്. ക്യാംഫർ ഇൻ N2 ഗ്യാസ് അത് ഏത് ടൈപ്പ് സൊല്യൂഷൻ ആണെന്നാണ്. നമുക്കറിയാം ക്യാംഫർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സോളിഡ് ആണ്. അതെന്താണ്? N2 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്യാസ് ആണ്. അപ്പോൾ എന്താണ്? സോളിഡ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് എന്ത് നമ്മൾ പഠിച്ചില്ലേ? ബൈനറി സൊല്യൂഷനെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് NCERT-ൽ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ ഞാൻ ഓരോന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ സോളിഡ് ഇൻ ഗ്യാസ് സൊല്യൂഷനാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ക്യാംഫർ ഇൻ N2 എന്ന് പറയുന്ന മിക്സ്ചർ, ആ സൊല്യൂഷൻ. അപ്പം 3 മാർക്ക് കഴിഞ്ഞല്ലോ. ദെൻ 4ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ എ ഗിവൺ റേറ്റ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ് ആർ സെയിം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കൈനറ്റിക്സിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കറിയാം 0 ഓർഡർ റിയാക്ഷൻ ആണ് അങ്ങനെ ഉണ്ടാവുക അല്ലേ? രണ്ടും സെയിം ആയിട്ടുള്ളത് എവിടെ ഉണ്ടാവുക? 0 ഓർഡറിലാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
അത് നമുക്കറിയാവുന്നതാണ്. ദെൻ അടുത്ത ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം നമ്മളെ പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അസേർഷൻ റീസണിങ് ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. 100% എനിക്കറിയാം നിങ്ങളിത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അസേർഷൻ എന്തായിരുന്നു? കണ്ടക്ടിവിറ്റി ഓഫ് ഓൾ ഇലക്ട്രോലൈറ്റ് ഡിക്രീസസ് ഓൺ ഡൈലൂഷൻ. വാട്ട് ഇസ് കണ്ടക്ടിവിറ്റി? ദാറ്റ് ഇസ് കാപ്പ. നമുക്കറിയാലോ കാപ്പയാണ് കണ്ടക്ടിവിറ്റി എന്ന്. റീസൺ ഓൺ ഡയലൂഷൻ നമ്പർ ഓഫ് അയോൺസ് പ്രസന്റ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസസ്. അസേർഷൻ എന്തായിരുന്നു? കാപ്പ എന്ത് ചെയ്യുന്നു? കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? ഡയലൂഷൻ അനുസരിച്ച് കണ്ടക്ടിവിറ്റി കുറയുന്നു എന്നാണ്. നമുക്കറിയാം അല്ലേ, ഡയലൂഷൻ കൂടിയാൽ ഒരു യൂണിറ്റ് വോള്യത്തിൽ എടുക്കുന്ന കണ്ടക്ടൻസ് നമുക്കറിയാം. ഒരു യൂണിറ്റ് വോള്യം കപ്പിലുള്ളത് കാപ്പ എന്നൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു യൂണിറ്റ് വോള്യത്തിൽ അനുഭവപ്പെടുന്ന കണ്ടക്ടൻസ് അല്ലടാ കാപ്പ. അപ്പൊ യൂണിറ്റ് വോള്യത്തിൽ അനുഭവപ്പെടുന്ന കണ്ടക്ടൻസ് ആണല്ലോ കാപ്പ. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞത്? ഡയലൂഷൻ കൂടിയാൽ, നല്ലോണം ഡയലൂട്ട് ചെയ്താൽ, ഒരുപാട് വെള്ളം ചേർത്താൽ, ഡയലൂഷൻ കൂടിയാൽ നമ്മൾ കപ്പിൽ കിട്ടുന്ന സാധനം കാപ്പ എന്തെയും കുറയും. നമുക്കറിയാം ഒരു യൂണിറ്റ് വോള്യത്തിൽ ഡയലൂഷൻ കൂടി ഒരു യൂണിറ്റ് വോള്യത്തിൽ അനുഭവപ്പെടുന്ന കണ്ടക്ടൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് അയോൺസ് എന്തെയും കുറയും. അതുകൊണ്ട് എന്തെയും കാപ്പ കുറയും എന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. അപ്പൊ എന്താണ്? കണ്ടക്ടിവിറ്റി ഓഫ് ഓൾ ഇലക്ട്രോലൈറ്റ് ഡിക്രീസസ് ഓൺ ഡയലൂഷൻ കൂടിയാൽ നമുക്കറിയാം യൂണിറ്റ് വോള്യത്തിൽ അനുഭവപ്പെടുന്ന നമ്പർ ഓഫ് അയോൺസുകളുടെ എണ്ണം കുറയും. നമുക്കറിയാം കണ്ടക്ടിവിറ്റി കുറയും. അസേർഷൻ വളരെ ശരിയാണ്. റീസൺ എന്തുകൊണ്ടാണ് കുറയുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. റീസൺ ആയിട്ട് ഓൺ ഡയലൂഷൻ നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്പർ ഓഫ് അയോൺസ് പ്രസന്റ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസസ്. അതന്നെയല്ലേ അതിന്റെ റീസൺ. ഒരു യൂണിറ്റ് വോളിയത്തിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് അയോൺസ് കുറയുന്നു, അതുകൊണ്ട് കണ്ടക്ടൻസ് കുറയുന്നു. അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വോള്യത്തിൽ അനുഭവപ്പെടുന്ന കണ്ടക്ടൻസ്, ദാറ്റ് ഇസ് കാപ്പ, ദാറ്റ് ഇസ് കണ്ടക്ടിവിറ്റി നമ്മൾ പറഞ്ഞതാ. അതുകൊണ്ട് എന്താ? ബോത്ത് എ ആൻഡ് ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം നമ്മൾ പബ്ലിക് എക്സാമിനൊക്കെ പോകുമ്പോൾ ഒന്നുകൂടി റെഡിയായി വരട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. Identify the factor from the following does not affect the conductance of electrolytic solution. വളരെ സിമ്പിളാണ്. ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ്റെ കണ്ടക്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് NCERT-യിൽ 5 ഫാക്ടേഴ്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ പോയിന്റ് വൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് NCERT-യിലുള്ള 5 പോയിന്റുകളാണ്. അതുകൊണ്ട് ഞാനത് നോട്ടിലും എഴുതി തന്നിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ്റെ കണ്ടക്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 5 ഫാക്ടേഴ്സ് NCERT-യിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 5 ഫാക്ടേഴ്സ് ഞാൻ നോട്ട്ബുക്കിലും എഴുതി തന്നിട്ടുണ്ട് അല്ലേ. അതിന് എന്തൊക്കെ ഉണ്ടായിരുന്നു ആ ഫാക്ടേഴ്സ്? അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നിങ്ങൾക്ക് നോട്ടെടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. നേച്ചർ ഓഫ് സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട് അതിലുള്ളത് തന്നെയാണ്. കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ അതിലുള്ളത് തന്നെയാണ്. നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് അതിലുള്ളത് തന്നെയാണ്. അതിൽ നേച്ചർ ഓഫ് ഇലക്ട്രോഡ് നിങ്ങൾക്ക് തിരഞ്ഞാൽ കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവം അതിലില്ല. ഇലക്ട്രോഡിൻ്റെ നേച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് ഞാൻ നേച്ചർ ഓഫ് ഇലക്ട്രോഡ് എഴുതി തന്നിട്ടില്ല. നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും, സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവാം, സോൾവെൻ്റിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവാം, വിസ്കോസിറ്റി ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നേച്ചർ ഓഫ് ഇലക്ട്രോഡ് എന്ന് പറയുന്നൊരു സാധനം അതിനുണ്ടായിരുന്നില്ല. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ഫാക്ടർ ഡസ് നോട്ട് എഫക്റ്റ് ആണ്. ഡസ് നോട്ട് എഫക്റ്റ്. അപ്പം നേച്ചർ ഓഫ് ഇലക്ട്രോഡ് ആണ് കേട്ടോ ആൻസർ. ഇത് ചെയ്തിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ. The cell constant of a electrolytic solution electrolytic cellന്റെ സെൽ കോൺസ്റ്റൻറ്റേറ്റ് എന്ന് പറയുന്നത് സെൽ കോൺസ്റ്റൻറ്റ് ദ സെൽ കോൺസ്റ്റൻറ്റ് ഓഫ് എ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. സെൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ സെൽ കോൺസ്റ്റൻറ്റ് നമുക്കറിയാം. നമ്മൾ അതിനെ എന്താ വിളിച്ചിരുന്നത്? G* എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. G* എന്ന് പറഞ്ഞാൽ സെൽ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈക്വൽ ടു L/A ആണ് നമുക്കറിയാം. L എന്ന് പറഞ്ഞാൽ എന്താ? ആ കണ്ടക്ടിവിറ്റി സെല്ലൊക്കെ നമ്മൾ നോട്ട്ബുക്കിലൊക്കെ വരച്ചതല്ലടാ. കണ്ടക്ടിവിറ്റി സെല്ലിനൊക്കെ ഞാൻ നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വരച്ചതല്ലേ. 2 പ്ലാറ്റിനം ഇലക്ട്രോഡ്, കണക്റ്റീവ് വയർ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിന് എന്ത് ചെയ്യുന്നത്? ഏത് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ്റെ കണ്ടക്ടൻസ് ആണോ മെഷർ ചെയ്യേണ്ടത്, റെസിസ്റ്റൻസ് ആണോ മെഷർ ചെയ്യേണ്ടത്, അതിന് നമ്മൾ അതിൽ ഫില്ല് ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നതാണ്. ഈ 2 പ്ലാറ്റിനം ഇലക്ട്രോഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ മക്കളെ നമ്മൾ L എന്ന് വിളിക്കുക. ഇതിൻ്റെ
ക്രോസ് സെക്ഷണൽ ഏരിയനെ നമ്മൾ എന്താ വിളിക്കുക? എ എന്നാ വിളിക്കുക. അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോ L/A, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെല്ലിൻ്റെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അതൊരു സെല്ലിൻ്റെ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ? ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് സിമിലർ ആയിരിക്കും, സെയിം ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ അതിലൊന്നും ചേഞ്ച് ഇല്ല. അപ്പോൾ ഒരു കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ സെൽ കോൺസ്റ്റന്റ് ഓൾവേസ് എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പോൾ പറയുന്നത് എന്താ? ദ സെൽ കോൺസ്റ്റന്റ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സെല്ല്, ഒരു കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ചേഞ്ച് വിത്ത് ചേഞ്ച് ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് സെൽ കോൺസ്റ്റന്റ് മാറുമോ? മാറൂല. ഇവിടെ ഇലക്ട്രോലൈറ്റ് മാറിയാലും എല്ലിന് മാറ്റമുണ്ടോ? ഇല്ല. എക്ക് മാറ്റമുണ്ടോ? ഇല്ല. അതുകൊണ്ട് അത് മാറൂല. ചേഞ്ച് വിത്ത് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. കോൺസെൻട്രേഷൻ മാറിയാൽ അവിടെ എടുക്കുന്ന ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുക കുറക്കുക അതൊക്കെ ചെയ്തു എന്ന് വെച്ചിട്ട് L/Aക്ക് മാറ്റമുണ്ടോ? ഇല്ല. ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിന്റെ ടെമ്പറേച്ചർ മാറിയാൽ കുഴപ്പമുണ്ടോ? ഇല്ല. റിമെയിൻസ് കോൺസ്റ്റന്റ് ഫോർ എ സെൽ. അതെങ്ങനെയാണ്? അതെന്താ പറയുന്നത്? റിമെയിൻസ് കോൺസ്റ്റന്റ് ഫോർ എ സെൽ. ഒരു സെല്ലിന് അതെപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നമ്മളോട് പറയുന്നത് ഇലക്ട്രോലൈറ്റിൻ്റെ ചേഞ്ച് വിത്ത് ഇലക്ട്രോലൈറ്റിൻ്റെ ഇലക്ട്രോലൈറ്റ് മാറിയാൽ ചേഞ്ച് ആവുന്നു എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ മാറിയാൽ മാറും എന്നാണ് പറയുന്നത്. അതൊന്നും മാറൂല. അതെപ്പോഴും എന്താ നമുക്കറിയാം? റിമെയിൻസ് കോൺസ്റ്റന്റ് ഫോർ എ സെൽ. ഒരു സെല്ലിന് അതെപ്പോഴും എന്തായിരിക്കും? L/A എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതാണ് കറക്റ്റ്. അപ്പോൾ ഒരു സെൽ കോൺസ്റ്റന്റുമായിട്ട് ബന്ധപ്പെടുത്തി തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ ഏതാണ് ശരി എന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സെൽ കോൺസ്റ്റന്റിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ സെൽ കോൺസ്റ്റന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്തെന്നെയുള്ളൂ? റിമെയിൻസ് കോൺസ്റ്റന്റ് ഫോർ എ സെൽ. ഒരു സെല്ലിന് അത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതാണ്. G star equal to L/A. അടുത്തെന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അത് ഏറ്റവും ഫസ്റ്റ് വായിക്കുന്ന ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താണ്? ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡിക്രീസസ് വിത്ത് പാസേജ് ഓഫ് ടൈം ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ് ഡിക്രീസസ്. വളരെ സിമ്പിളാണ്. ടൈമും ഇതും എന്തായാലും ഒരു റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷനും ടൈമും എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. ടൈം കൂടുന്നതിനനുസരിച്ച് ആ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കും, അതിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ആവും, എല്ലാവർക്കും അറിയാം. അടുത്തെന്താ? ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് സെയിം അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ റിയാക്ഷൻ. ആ റിയാക്ഷൻ്റെ ടൈമിൽ എവിടെയാണെങ്കിലും, അപ്പോൾ റിയാക്ഷൻ എന്ന് പറയണോ? റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കും, ടൈം മാറുന്നതിനനുസരിച്ച് റിയാക്ഷൻ നടക്കും അല്ലേ? അതിലൊരു സംശയമില്ല. ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ചേഞ്ച്. ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യാൻ വളരെ പൊട്ടായിട്ടുള്ള ആൻസറാണ്. ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. അതൊന്നും അല്ല ആൻസർ. എന്താണ്? ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡിക്രീസ് ചെയ്യും വിത്ത് പാസേജ് ഓഫ് ടൈം. ടൈം മാറുന്നതിനനുസരിച്ച് മാറും. ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഡിക്രീസസ്. കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ആൻസർ. നമുക്ക് അത് വെച്ചിട്ടുള്ള ഒരു ഗ്രാഫൊക്കെ നിങ്ങൾ NCERTൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നവർക്കാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ടൈമിനനുസരിച്ച് റിയാക്ടൻസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്നുള്ള ആ ഒരു ഗ്രാഫൊക്കെ നമ്മൾ NCERTയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വളരെ സിമ്പിളായിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ്. വളരെ സിമ്പിളാണ്. അത്രയാണ് നമ്മുടെ 7 ക്വസ്റ്റ്യൻസ്. 7 ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ചെറുതായിട്ട് തെറ്റിപ്പോയതൊക്കെ ഉണ്ടാവും. അതൊന്നും കുഴപ്പമാക്കണ്ട. നമ്മൾ നന്നായിട്ട് അസേഷൻ ടൈപ്പ്, റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ 1 മാർക്കിൽ ഇട്ടത് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നാ? ആൻസർ എനി 10 questions ഫ്രം 9 to 90. ഈച്ച് ക്യാരീസ് 2 score. അതിൽ 10 നമ്മൾ ആൻസർ ചെയ്യണം. 10 ഇനി 10 ചെയ്താൽ മതി. അതിൽ 11 ക്വസ്റ്റ്യൻ വരെ ഉണ്ടാവും. അതിൽ 10 നിങ്ങൾ ചെയ്താൽ മതി. 2 മാർക്കിൻ്റെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് കേട്ടോ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? വിച്ച് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു ഡിറ്റർമൈൻ ദ മോളിക്കുലർ മാസ് ഓഫ് പ്രോട്ടീൻസ് പോളിമേഴ്സ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സൊല്യൂഷനിലാണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം. എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ? ആ ഒരു നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന വളരെ ഡൈലൂട്ട് സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അല്ലേ? അത് നമുക്കറിയാം. അത് ആ ഒരു സൊല്യൂഷൻ്റെ നേച്ചറിനൊന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. ആ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഡൈലൂട്ട് സൊല്യൂഷൻ്റെയാണ് ആ പ്രോപ്പർട്ടീസ്. നമ്മൾ ആ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് പഠിച്ചത്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പഠിച്ചിട്ടുണ്ട്. അതുപോലെ എന്തൊക്കെയാണ് പഠിച്ചത്? എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് പഠിച്ചിട്ടുണ്ട്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് പഠിച്ചിട്ടുണ്ട്. ഓസ്മോട്ടിക് പ്രഷറും പഠിച്ചിട്ടുണ്ട്. ഇതാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഈ 4 കൂടെ എഴുതി കഴിഞ്ഞാൽ വളരെ നല്ലത്. ഇനി എന്താ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എപ്പോൾ ചോദിക്കുകയാണെങ്കിലും നമ്മൾ ആ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ എഴുതി വെക്കുന്നത് ഒന്നും കൂടെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഫുൾ മാർക്കും തരണം എന്നാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി എന്ന് ചോദിച്ചാൽ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ ഇനി നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഈ 4 ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസിനെ കൂടെ അവിടെ നിന്ന് മെൻഷൻ ചെയ്യുന്നത് നല്ലതാണ്. നമ്മളോട് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വിച്ച് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് എന്നാണ് ചോദിച്ചത്. ഈ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഏറ്റവും നല്ല മെത്തേഡ് എന്തിന്, നമുക്കറിയാം മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് നമ്മൾ മെഷർ ചെയ്യാറാണ്. എല്ലാ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടിയിലും നമ്മൾ എന്താ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല മെത്തേഡ് എന്തായിരുന്നു, ഓസ്മോട്ടിക് പ്രഷർ ആയിരുന്നു എന്ന് നമുക്കറിയാം. പോളിമേഴ്സിൻ്റെ പ്രോട്ടീൻസിൻ്റെ ഒക്കെ നമ്മൾ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ടിൻ്റെ മാസ് വലിയ വലിയ മാസുകളൊക്കെ ആയിരുന്നു കിട്ടിയിരുന്നത് അല്ലേ. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്തിരുന്നത്, ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡാണെന്ന് നമുക്കറിയാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ for intravenous injection, only solution with osmotic pressure equal to that of 0.9% NaCl solution is used. Why? എന്തുകൊണ്ടാണ് നമ്മൾ ഇഞ്ചക്ഷൻ അടിക്കുന്ന സമയത്ത് 0.9% NaCl സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഒറ്റയടിക്ക് നമ്മൾ പറയണം. അതെന്തുകൊണ്ടാണ്, ഹ്യൂമൻ ബ്ലഡുമായിട്ട് 0.9% NaCl സൊല്യൂഷൻ ഐസോട്ടോണിക് ആയതുകൊണ്ടാണ്. സെയിം ഓസ്മോട്ടിക് പ്രഷറാണ്. 0.9% NaCl നമ്മുടെ ബ്ലഡിനും എന്താണ്, സെയിം ഓസ്മോട്ടിക് പ്രഷറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്തായാലും വേണം, സിമിലർ ഓസ്മോട്ടിക് പ്രഷർ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടക്കൂല, ഫ്ലോ ഓഫ് വാട്ടറിൻ്റെ ഫ്ലോ നടക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടോ സെല്ലിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കൂല. അതുകൊണ്ട് തന്നെ ആ സെല്ലിനെ പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ദർ ഇസ് നോ നെറ്റ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഇൻ ടു ഔട്ട് ഓഫ് ദ സെൽ മെയിൻറ്റെയിൻ ദയർ നോർമൽ ഷേപ്പ് ആൻഡ് ഫംഗ്ഷൻ. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹൈപ്പോട്ടോണിക് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ എഴുതണമെന്നില്ല. എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എഴുതാം, അതിൻ്റെ റീസൺ വെച്ചിട്ട് നിങ്ങൾ ഐസോട്ടോണിക് സൊല്യൂഷൻ ആണ് ഹ്യൂമൻ ബ്ലഡുമായിട്ട് 0.9% NaCl സൊല്യൂഷൻ ഐസോട്ടോണിക് ആയതുകൊണ്ടാണ് ഇൻട്രാവീനിയസ് ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, 0.9% NaCl യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ സെല്ലിന് നമുക്ക് നമ്മളെപ്പോഴും അതിൻ്റെ നോർമൽ ഷേപ്പിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സെല്ലിൻ്റെ ബ്രേക്കേജോ ഷ്രിങ്കിങ്ങോ സ്വെല്ലിങ്ങോ ഒന്നും നടക്കൂല എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ 2 മാർക്ക് ഓക്കെ ആണല്ലോ. Then next question ട്ടോ. A reaction is second order with respect to a reactant. How is the rate of reaction affected if the concentration of the reactant is doubled and reduced to half? 2 കണ്ടീഷൻ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് റിയാക്ടൻസ് ഡബിൾ ആവുമ്പോൾ അല്ലെങ്കിൽ റിയാക്ടൻസ് എന്ത് ചെയ്യുമ്പോൾ ഹാഫ് ആവുമ്പോൾ. നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്, എങ്ങനെയാണ് ആ റിയാക്ഷൻ്റെ സെക്കൻഡ് ഓർഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റേറ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം, റേറ്റ് ഈക്വൽ ടു K × കോൺസെൻട്രേഷൻ ഓഫ് A² ആണെന്ന് എഴുതാം. എ എന്ന് പറഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആണ് നമുക്കറിയാം. ഫസ്റ്റ് കേസ് എന്താണ്, കോൺസെൻട്രേഷൻ ഡബിൾ ആയാൽ എന്താ സംഭവിക്കുക, കോൺസെൻട്രേഷൻ ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഈ എ കോൺസെൻട്രേഷൻ ഓഫ് എ എന്നുള്ളത് എന്തായി 2 അല്ലെങ്കിൽ 2A ആയി. അപ്പം നമ്മൾ എങ്ങനെ എഴുതും, K × 2A. കോൺസെൻട്രേഷൻ ഡബിൾ ആയി എന്നാണല്ലോ, അപ്പോൾ ഡബിൾ 2A² എടുക്കണം അല്ലേ. അങ്ങനെ നമ്മൾ റേറ്റ് എടുക്കുക. അപ്പം നമുക്ക് റേറ്റ് എന്ത് കിട്ടും, K × 4A² എന്ന് കിട്ടും, 4A². അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, കോൺസെൻട്രേഷൻ ഓഫ് A² എന്ന് പറയാം. അപ്പം നമുക്ക് എന്ത് പറയാം, ആദ്യം എന്തായിരുന്നു, റേറ്റ് ഈക്വൽ ടു K × കോൺസെൻട്രേഷൻ ഓഫ് A² ആണ്. അപ്പോൾ രണ്ടാമത് കിട്ടുന്നത് ഡബിൾ ആയപ്പോൾ റേറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഡബിൾ ആയപ്പോൾ 2A² ആയി എന്ന് വെച്ചാൽ 4A² ആയി എന്ന് വെച്ചാൽ 4 ടൈംസ് കൂടിയില്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, വെൻ ദ കോൺസെൻട്രേഷൻ ഈസ് ഡബിൾ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ ദ ഫാക്ടർ ഓഫ് 4. 4 ഇരട്ടി കൂടി എന്നാണ് നമ്മൾ എഴുതേണ്ടത്. വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ കേസ് ഇരട്ടിയായാൽ എന്താ സംഭവിക്കുക, ഇനി എന്താണ്, ഹാഫ് ആയാൽ റിയാക്ഷൻ്റെ കോൺസെൻട്രേഷൻ ഹാഫ് റെഡ്യൂസ് ടു ഹാഫ് ആയാൽ the initial concentration of A is decreased by 1/2A. അപ്പോൾ 1/2A ആകുമ്പോഴും നമ്മൾ എന്ത് ചെയ്താൽ മതി, എൻ്റെ പകുതിയായി എന്നാണ് പറയുന്നത്, എൻ്റെ പകുതിയായി എന്നാ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, കോൺസെൻട്രേഷൻ ഓഫ് A² / 4. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് R = K × കോൺസെൻട്രേഷൻ ഓഫ് A² ആണ്. അപ്പോൾ രണ്ടാമത് നമുക്കത് പകുതിയാക്കിയപ്പോൾ എന്ത് കിട്ടും, 1/4 × K × കോൺസെൻട്രേഷൻ ഓഫ് A² എന്ന് കിട്ടും. അതാണ് രണ്ടാമത്തേത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ 1/4 ആയി എന്ന് പറയാം. വളരെ സിമ്പിളാണ്, വളരെ നല്ല ക്വസ്റ്റ്യനാണ്, NCERT-യിലുള്ള ക്വസ്റ്റ്യനാണ് ഇതൊക്കെ കേട്ടോ. നമ്മുടെ എക്സസൈസിൻ്റെ പോർഷനിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. വളരെ സിമ്പിളാണ്, നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കേണ്ടതായിരുന്നു. ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതിനൊക്കെ 2 മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അടുത്തത് വളരെ സിമ്പിൾ, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, റൈറ്റ് അറേനിയസ് ഇക്വേഷൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ ടേംസ് ഇൻ ഇറ്റ്. വളരെ സിമ്പിൾ. ഇതിലെന്താ ചോദ്യം, ഇതിലെന്താ വലിയ പുതുമകളൊന്നുമില്ല, ഇതൊക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ദ അറേനിയസ് ഇക്വേഷൻ ഏതാണ്, എല്ലാവർക്കും അറിയാം, K = A⁻⁻A/RT എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അതിലെ ഓരോ ടേംസും എന്താണെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതണം.
ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് 2 മാർക്ക് കിട്ടും. കെ എന്താ റേറ്റ് കോൺസ്റ്റന്റ് ആണ്, എ എന്ന റീനിയസ് ഫാക്ടർ ആണ്, ഇ എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജിയാണ്, ആർ ഈസ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ഈസ് ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, ഈസ് ദ ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതം. വളരെ സിമ്പിളായിട്ട് ആ ടേംസ് എല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. അടുത്തത് അതിലാറെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ചെയ്തിട്ടുണ്ട്. 0 ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് എന്ത് ചെയ്യുന്നു, ഇത് മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. മാച്ച് ചെയ്തിട്ടുള്ളതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. 0 ഓർഡർ റിയാക്ഷൻ റേറ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ. വളരെ സിമ്പിൾ, എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ യൂണിറ്റ് (-1) ആണ്. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെ യൂണിറ്റ് വളരെ സിമ്പിളാണ്. ഇതൊക്കെ 2 മാർക്ക് പോയവന് എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. അത്ര സിമ്പിളായിട്ട് കൈനറ്റിക്സ് എന്ന് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടേ. ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ഇതൊക്കെ NCERT-ലുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ തന്നെ ഞാനതിൽ ഇട്ടു എന്നേ ഉള്ളൂ. കോളം 1 കോളം 2 എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും 2 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുകയാണ് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 14 14 കേട്ടോ. ഇതും വളരെ സിമ്പിളാണ്. നമ്മളെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. എന്താടാ, ക്യാൻ യു സ്റ്റോർ കോപ്പർ സൾഫേറ്റ് ഇൻ സിൽവർ വെസൽ? നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് പഠിച്ചിരുന്നു അല്ലേ. നമ്മൾ പഠിച്ചതാണ്. ഇലക്ട്രോ കെമിക്കൽ സീരീസ് പഠിച്ചപ്പോൾ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചതാണ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന ബ്ലൂ സൊല്യൂഷനാണ് നമുക്കറിയാം. ഈ സൊല്യൂഷനെ നമുക്ക് സിൽവറിൻ്റെ വെസലിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. സിൽവർ എന്ന് പറഞ്ഞാൽ Ag ആണ്. സിൽവറിൻ്റെ വെസലിൽ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൂക്ഷിച്ചു വെച്ചാൽ എന്താ സംഭവിക്കുക എന്നാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം ഇവിടുത്തെ 2 മെറ്റൽസ് വരുന്നത് കോപ്പറും സിൽവറും ആണ് നമുക്കറിയാം. അപ്പം സിൽവർ എന്ന് പറയുന്നത് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ എന്ന് നമ്മൾ പറയോ? സിൽവർ കോപ്പർ രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ റിയാക്ടിവിറ്റി കൂടുതൽ ആർക്ക് തന്നെയാ? കോപ്പർ ആണ് റിയാക്റ്റീവ്. കോപ്പർ ഈസ് ഹൈലി റിയാക്റ്റീവ് ദാൻ Ag അല്ലേ. അതുകൊണ്ട് ഇവിടെ എന്ത് നടക്കൂല, Ag എന്ന് പറയുന്ന ആൾക്ക് റിയാക്ടിവിറ്റി കൂടുതലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് Ag റീപ്ലേസ്ഡ് ബൈ കോപ്പർ, അല്ലെങ്കിൽ Ag റീപ്ലേസ് ചെയ്യുന്നു കോപ്പറിനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം Ag ലെസ് റിയാക്റ്റീവ് ദാൻ കോപ്പർ. അതുകൊണ്ട് ദർ ഈസ് നോ റിയാക്ഷൻ. അവിടെ ഒരു റിയാക്ഷനും നടക്കുന്നില്ലടാ. കാരണം Ag കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ്. അതുകൊണ്ട് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ദർ ഇസ് നോ ഒക്കർ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പം നമുക്ക് അവിടെ സേഫ് ആണെന്ന് പറയാം. സിൽവറിന്റെ വെസലിൽ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൂക്ഷിച്ചു വെച്ചാലും കോപ്പർ സൾഫേറ്റിന്റെ നീലനിറം ഇല്ലാതാവേ, കോപ്പർ സൾഫേറ്റിന് വല്ല ഒരു ഡിസ്കംഫേർട്ട് ഒന്നും തോന്നൂല, ഒരു കുഴപ്പമില്ല. യെസ്, യു ക്യാൻ സേഫ്ലി സ്റ്റോർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ സിൽവർ വെസൽ. ഹിയർ ഈസ് ദ സയന്റിഫിക് റീസൺ ബൈ ദിസ് വർക്ക് ബേസ്ഡ് ഓൺ റിയാക്ടിവിറ്റി സീരീസ് ഓഫ് മെറ്റൽ. ഇത് നമ്മൾ പഠിച്ചതാ. ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞിട്ട് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ലൈക്ക് ബാബു കാണൂ, നല്ല മാജിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതിൽ നമുക്കറിയാം നമ്മുടെ Ag വരുന്നതും ഹലോ കൂയ് അർജന്റായി. അപ്പം ഇങ്ങനെയാ, കോപ്പറിന്റെ താഴെയല്ലേ Ag. അതുകൊണ്ട് Agയുടെ റിയാക്ടിവിറ്റി കോപ്പറിനേക്കാളും എന്താന്ന് നമുക്കറിയാം, കുറവാന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവിടെ എന്ത് നടക്കൂല, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കൂല. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം സേഫ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ദർ ഈസ് നോ റിയാക്ഷൻ, സേഫ് ആണ്. ഈ ഒരു മെത്തേഡിന് ഒരു കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽ വിത്ത് എക്സാമ്പിൾ. വളരെ സിമ്പിളാണ്. ബാറ്ററീസ് എന്ന് പറയുന്ന ഭാഗത്ത് പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിച്ചതാണ്. പ്രൈമറി സെല്ലുകൾക്കും സെക്കൻഡറി സെല്ലുകൾക്കും എക്സാമ്പിൾസ് സഹിതം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നോക്കടാ, പ്രൈമറി സെൽ നമുക്കറിയാം എന്താ, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിച്ചെറിയണം നമുക്കറിയാം അല്ലേ. പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റൂല, റീചാർജ് ചെയ്യാൻ പറ്റൂല എന്ന് നമുക്കറിയാം. പ്രൈമറി സെല്ല് കനോട്ട് ബി റീചാർജ്, നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റൂല. എന്നാൽ സെക്കൻഡറി സെല്ലാണെങ്കിലോ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ നമ്മൾ വലിച്ചെറിയല, കുത്തിവെക്കലല്ലേ, അത് റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ല. അപ്പോൾ അത്തരം സെല്ലുകളെ സെക്കൻഡറി സെൽ എന്ന് പറയും. റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ, ഇറിവേഴ്സിബിൾ ആണ് അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ, പിന്നെ നമുക്ക് തിരിച്ച് നടത്താനൊന്നും പറ്റില്ല. ഇവിടെയാണെങ്കിൽ റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ ആണ്. അതിന് നമുക്ക് യൂസ് ആൻഡ് ത്രോ എന്നൊക്കെ പറയും. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിച്ചെറിയാം. അങ്ങനത്തെ സെല്ലുകളാണ് നമ്മുടെ പ്രൈമറി സെൽ. ഇത് അക്യുമുലേറ്റേഴ്സ് എന്നൊക്കെ വിളിക്കും. ഇതിനെ നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ എക്സാമ്പിൾസ്, ഡ്രൈ സെല്ല്, മെർക്കുറി സെല്ല് നമ്മൾ വേറൊരു പേരും കൂടെ പറയാറുണ്ട്, ബട്ടൺ സെൽ എന്നൊക്കെ പറയും. നമ്മുടെ വാച്ചുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ സെക്കൻഡറി സെല്ലിന് 2 എക്സാമ്പിളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററി, നമ്മുടെ ലിഥിയം അയോൺ ബാറ്ററി ഒക്കെ നമുക്ക് സെക്കൻഡറി സെല്ലുകൾക്ക് എക്സാമ്പിളായിട്ട് പറയാം. വളരെ സിമ്പിളായിട്ട് 2 മാർക്ക് കിട്ടി. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേടാ. ദെൻ അടുത്തത് വളരെ സിമ്പിളാണ്. നമ്മുടെ NCERT-യിലുള്ള പ്രോബ്ലം തന്നെയാണ്. എന്ത്, എ സൊല്യൂഷൻ ഓഫ് നമ്മുടെ നീറ്റ്, മറ്റേ ആദ്യത്തെ നീറ്റ് ഉണ്ടല്ലോ, നമ്മൾ സ്റ്റേ ചെയ്ത നീറ്റ്, ആ നീറ്റിന് ചോദിച്ച ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ ക്ലാസ്സിൽ ചെയ്തതാണ്.
ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫാരഡേയുടെ ലോ ആയിട്ട് ബന്ധപ്പെട്ട്, ഫാരഡേയുടെ ഫസ്റ്റ് ലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു അല്ലേ. എ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ഇസ് ഇലക്ട്രൈസ്ഡ് 20 മിനിറ്റ്സ്. ടി തന്നിട്ടുണ്ട്, നമുക്ക് ടി തന്നിട്ടുണ്ട് എന്താണ് 20 മിനിറ്റിലാണ്. മിനിറ്റിൽ നമുക്ക് പറ്റൂല, നമ്മൾ അതിന് എന്തൊക്കെ മാറ്റണം എടാ, സെക്കൻഡൊക്കെ മാറ്റണം നമുക്കറിയാം. അപ്പോൾ ഇൻറ്റു 60 ചെയ്യണം അല്ലേ. വിത്ത് എ കറണ്ട് ഓഫ് 2 ആംപിയർ എന്നല്ലേ. ആംപിയർ കറണ്ട് ഐയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 2 ആംപിയർ ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. ദ മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് അറ്റ് കാഥോഡ് എന്താണ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അറ്റോമിക് മാസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറ്റോമിക് മാസ് ഓഫ് കോപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വലന്റ് മാസ് കാണാം. 63/2 ചെയ്താൽ മതി. കാരണം ഈ കോപ്പർ Cu2+ ആണ്, കോപ്പറിൻ്റെ ആണ് കാണാൻ Cu2+ ആണ്. അതിൻ്റെ ബാലൻസ് നമ്മൾ 2 എടുക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഇയും നമുക്ക് കാണാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ നിന്ന് എന്ത് കാണണം, Q കാണണം. Q എന്ന് പറഞ്ഞാൽ എന്താ, IT ആണെന്ന് നമുക്കറിയാം. I × T ആണ് നമുക്കറിയാം. T നമ്മൾ ആദ്യം 20 മിനിറ്റ്സിന് നമ്മൾ എന്തൊക്കെ മാറ്റിയിട്ടുണ്ടാവണം, സെക്കൻഡൊക്കെ മാറ്റിയിട്ടുണ്ടാവണം. വളരെ സിമ്പിളായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ Q = IT ആണ്. നമ്മളതിനെ നമ്മുടെ ടൈമിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 1200 സെക്കൻഡൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റിന് സെക്കൻഡൊക്കെ മാറ്റിയതാണ്. അപ്പോൾ 2400 കൂളോമാണ് Q കിട്ടുക. പിന്നെ നമ്മൾ 63 ഇക്വലന്റ് മാസ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് മാസ് EQ/96500 M കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. EQ/96500 ആണ്. 96500 ഈ കണ്ടതാണിത്. 63/2 E ആണത് കേട്ടോ. പിന്നെ Q ആണിത്, നമ്മൾ Q കണ്ടുപിടിച്ചു. IT ചെയ്തു. ടീനെ നമ്മൾ 20 മിനിറ്റ് എന്നുള്ളത് നമ്മൾ സെക്കൻഡൊക്കെ മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആൻസർ 0.783 ഗ്രാം എന്ന് കിട്ടിയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ആൻസർ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവർക്കും 2 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ദെൻ predict the product of electrolysis of aqueous NaCl solution at anode and cathode. ഇതെന്താണ്, ആനോഡിലും കാഥോഡിലും എന്താണ് ഉണ്ടാവുക, അക്വസ് NaCl സൊല്യൂഷൻ ആണ്. NaCl സൊല്യൂഷൻ നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ആനോഡിൽ എന്തുണ്ടാവും, കാഥോഡിൽ എന്തുണ്ടാവും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളാണ് അല്ലേ. പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് ഇലക്ട്രോഡുകൾ ഉണ്ടാവും. NaCl സൊല്യൂഷനാണ്. അപ്പോൾ അവിടെ Na+ഉണ്ട്, Cl- ഉണ്ട്, OH- ഉണ്ടാവും, H+ ഉണ്ടാവും. ഇത്ര അയോണുകളാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്കതിൽ അറിയാം എന്തൊക്കെയാണ്. ആനോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണെന്ന്, പോസിറ്റീവാണ് നമുക്കറിയാം. ഇലക്ട്രോളിറ്റിക് സെൽ അല്ലേ. അപ്പോൾ ആനോഡ് പോസിറ്റീവാണ്, കാഥോഡ് നെഗറ്റീവാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ Na+ഉം H+ ആണ് നമ്മുടെ കാഥോഡ് ഓടാൻ തുടങ്ങുക. Na+ഉം H+ ഓടാൻ തുടങ്ങിയാലും ഏതിനാണ് ഇവിടെ റിഡക്ഷൻ നടക്കുക, H+ന്. കാരണം Na+നേക്കാളും H+ന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അതുകൊണ്ട് H+ന് എന്ത് ചെയ്യും, റിഡക്ഷൻ നടക്കും. H+ന് എങ്ങനെ റിഡക്ഷൻ നടക്കും, H+ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ഗെയിൻ ചെയ്യുന്നു, H ആയിട്ട് മാറുന്നു. ആ 2 Hകളും കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും, H2 ഗ്യാസ് ആയിട്ട് മാറും. അപ്പം നമുക്ക് പറയാം അറ്റ് കാഥോഡിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് എഴുതാൻ അറിയണം. H2 ഗ്യാസിൻ്റെ ലിബറേഷൻ കാണാൻ പറ്റും. കാഥോഡിൽ എന്ത് ഗ്യാസ് ഉണ്ടാവും, H2 ഗ്യാസിൻ്റെ ലിബറേഷൻ കാണാൻ പറ്റും. ദെൻ ആനോഡിൽ OH- Cl- കോമ്പറ്റീഷനാണ് ഉണ്ടാവുക. അവിടെ OH- Cl- കമ്പയർ ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ OH- തന്നെയാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ കൈനറ്റിക് പൊട്ടൻഷ്യലും കൂടെ നോക്കും. അപ്പം നമുക്കറിയാം Cl- അവിടെ എന്ത് സംഭവിക്കടാ, ഓക്സിഡേഷൻ സംഭവിക്കുക. Cl- എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും അല്ലേ, Cl ആയി മാറും. 2 Clകൾ കമ്പൈൻ ചെയ്തിട്ട് എന്തായി മാറും, അവിടെ Cl2 ഗ്യാസ് ആയിട്ട് മാറും. അപ്പോൾ അറ്റ് ആനോഡിൽ എന്തുണ്ടാവും, Cl2 ഗ്യാസിൻ്റെ ലിബറേഷനും നമുക്ക് കാണാൻ പറ്റും. Cl2 ഗ്യാസിൻ്റെ ലിബറേഷനും നമുക്ക് അവിടെ കാണാൻ പറ്റും. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആനോഡിൽ Cl2 ഗ്യാസ് ഉണ്ടാവുന്നു, കാഥോഡിൽ H2 ഗ്യാസ് ഉണ്ടാവുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും എക്സാമിന് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു ഇത്. കാരണം NaCl സൊല്യൂഷൻ്റെ, മോൾട്ടൺ NaClൻ്റെ ഇലക്ട്രോളിസിസ്, വാട്ടറിൻ്റെ ഇലക്ട്രോളിസിസ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. NaCl സൊല്യൂഷൻ്റെയാണ് നമ്മളോട് എക്സാമിന് ചോദിച്ചത്. പിന്നെ 18ാമത്തെ ക്വസ്റ്റ്യൻ, റെപ്രസെന്റ് ദ സെൽ വിത്ത് കോപ്പർ ആൻഡ് H. വളരെ സിമ്പിളാണ്, നേൺസ്റ്റ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ ആണ് ചോദിച്ചത്. Cu⁻, Cu2+, Ag+Ag. ഇതാണ് അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ. പിന്നെ നമ്മളോട് ചോദിച്ചത് എന്താണ്, അതിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ ഏതാണ് ചോദിച്ചത്. അപ്പം നമ്മൾ ആദ്യം അതിൻ്റെ ഇതൊന്നും ഇപ്പോൾ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഓവറോൾ സെൽ റിയാക്ഷൻ എഴുതിയാലും മതി, ഇത് എഴുതിയിട്ട് വേണം നമ്മൾ എന്ത് എഴുതാൻ. ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് Nൻ്റെ വാല്യൂ 2 ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. 2 Ag ഉണ്ടായിരിക്കും.
എന്തായിരിക്കും Cu2+ ആവുന്നത്. Cu2+ ആവുക എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ 2 ഇലക്ട്രോൺ സ്വീകരിക്കാൻ ഇവിടെ 2 Ag വേണ്ടി വരും. 2 Ag+ എന്താവുകയാണ് 2 Ag ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടുത്തെ എന്നിന്റെ വാല്യൂ നമുക്കറിയാം എന്തായിട്ട് നമ്മൾ എടുക്കണം. എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് അറിയാം. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് എഴുതിയിട്ട് വേണം നമ്മൾ ലേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. ലേൺസ്റ്റ് ഇക്വേഷൻ എന്താ, ഇവിടെ നമ്മൾ മൈനസ് ആണ് എടുത്തിട്ടുള്ളത്. മൈനസ് എടുത്താൽ നമ്മളവിടെ Cu2+ ബാർ Ag+ ബാർ നമ്മളിവിടെ Cu2+/Ag+ കോൺസെൻട്രേഷൻ ആണ് എടുക്കുന്നത്. അത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. കാരണം ഇവിടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ 2 കാണുന്നുണ്ട് അല്ലേ. നമ്മൾ റിയാക്ടൻറ്റ് ബൈ പ്രോഡക്റ്റ് എന്നുള്ള ടേമിലാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ പ്രൊഡക്റ്റ് ബൈ റിയാക്ടൻ്റ് എഴുതിയാലും കുഴപ്പം. ഇത് രണ്ട് സോളിഡ് ആണ്, ഇതിന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവരെ രണ്ടുപേരെയും വെച്ചിട്ടാണ് നമ്മൾ ലേൺസ്റ്റ് ഇക്വേഷൻ എഴുതുക. അപ്പം നമ്മൾ Ag+നെയാണ് മുകളിൽ എഴുതുന്നുണ്ടെങ്കിൽ റിയാക്ടൻസിൻ്റെ സൈഡിലാണ് Ag+, പ്രോഡക്റ്റിൻ്റെ സൈഡിലാണ് Cu2+. അപ്പോൾ റിയാക്ടൻസിനെ എഴുതുകയാണെങ്കിൽ മേലെ എഴുതുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ ഇവിടെ എന്ത് ചെയ്യും എന്നറിയോ, അവിടെ പ്ലസ് ആയിട്ട് മാറുന്നേ ഉള്ളൂ. അപ്പോൾ Ag+ മേലെ എഴുതുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഈ സൈൻ എന്തായി മാറും, അത് പ്ലസ് ആവുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ മൈനസ് ഇട്ട് എഴുതിയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് പ്ലസ് ഇട്ടിട്ടാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. E0 സെല്ല് പ്ലസ് 0.0591/2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Ag+ സ്ക്വയർ വേണം. അത് നിർബന്ധമാണ്, അത് നിർബന്ധം. കാരണം അതിന് കോഎഫിഷ്യൻ്റ് ആയിട്ട് പവറായിട്ട് സ്ക്വയർ വേണം. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് Cu2+. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇനി ഇവിടെ മൈനസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് Cu2+നെ മേളിൽ എഴുതണമെന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ലേൺസ്റ്റ് ഇക്വേഷൻ എഴുതി പഠിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഗിവൺ എക്സാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താ, നമുക്ക് കാണുമ്പോൾ സെക്കൻഡ് ഓർഡർ ആണെന്നൊക്കെ തോന്നും, പക്ഷെ അത് സ്യൂഡോ അതെന്തായിരിക്കും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും ഒബേ ചെയ്യുന്നത്. കാരണം സെക്കൻഡ് ഓർഡർ ആണ് കാണാൻ കാരണം എന്താ, അവിടെ 2 റിയാക്ടൻറ്റിനൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ H2ൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. വളരെ കൂടുതലുള്ളതുകൊണ്ട് അവിടെ കുറച്ച് കോൺസെൻട്രേഷൻ, ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ചെറിയൊരളവിൽ അവിടെ കോൺസെൻട്രേഷൻ മാറിയാലും അതൊരു കോൺസ്റ്റന്റ് പോലെ ഫീൽ ചെയ്യും. അവിടെ നമുക്ക് ഇതിൻ്റെ റിയാക്ഷൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഈ റിയാക്ടൻറ്റിൻ്റെ ഇതിൻ്റെ വളരെ കൂടുതൽ എമൗണ്ട് വാട്ടർ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ ഡൈല്യൂട്ട് ആയതുകൊണ്ട് അവിടെ H2ൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ആയാലും നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ കോൺസെൻട്രേഷൻ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് കുറഞ്ഞു കരുതിയിട്ട് നമുക്ക് അതിൻ്റെ കോൺസെൻട്രേഷനിൽ വ്യത്യാസം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ എങ്ങനെ എഴുതുമ്പോൾ നമുക്ക് തോന്നും 2 ആളുണ്ടല്ലോ, അപ്പോൾ അത് സെക്കൻഡ് ഓർഡർ ആണല്ലോ എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ ആക്ച്വലി അത് എന്തായിരിക്കും, ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. അത്തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ആസിഡ് കാറ്റലൈസ്ഡ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗറിൻ്റെ ഇൻവേർഷനും പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരിക്കാം. അതുപോലെ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്ററും എഴുതാം, എഴുതാം. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്ന് എഴുതിയാൽ ഫുൾ മാർക്ക് കൊടുക്കണം കേട്ടോ. ഇൻ എ കെമിക്കൽ കൈനറ്റിക്സ് എ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇസ് എ റിയാക്ഷൻ ദാറ്റ് ഇസ് ട്രൂലി ഓഫ് എ ഹയർ ഓർഡർ ബിഹേവ് ലൈക്ക് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അണ്ടർ സ്പെസിഫിക് എക്സ്പെരിമെന്റൽ കണ്ടീഷൻ. അപ്പോൾ എന്തായിരിക്കും, അപ്പോൾ ഇത്തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ക്ലാസിക് എക്സാമ്പിൾ ഇസ് ഹൈഡ്രോളിസിസ് ഓഫ് ഷുഗർ ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ് കാറ്റലിസ്റ്റ് ഫോം ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിളായിട്ട് നമ്മൾ ഇതാണ് പറയാറുള്ളത്, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇതിൽ നമ്മൾ 10 എഴുതണം. 10 എഴുതിയ ഫുൾ എല്ലാം ശരിയാണെങ്കിൽ 10 × 2 20 മാർക്ക് നമുക്ക് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ അതിന്ന് ഏതെങ്കിലും 10 11 എഴുതാൻ ഓപ്ഷൻ ഇല്ല, 10 എഴുതാൻ പറ്റുള്ളൂ. എല്ലാം കൂടി എഴുതി വെക്കാൻ പാടില്ല. പിന്നെ നമുക്ക് ആൻസർ എനി 7 ക്വസ്റ്റ്യൻസ് ഫ്രം 20 to 27 ആണ്. 20 to 27 നമ്മൾ 7 ക്വസ്റ്റ്യൻ എഴുതണം. അതിൽ 3 മാർക്ക് വീതമാണ്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണ്. 3 മാർക്കിൻ്റെ നമ്മുടെ പോർഷനിലേക്ക് നമുക്ക് പോയി നോക്കാം. അത് വളരെ സിമ്പിളായിരുന്നു. വാട്ട് ഈസ് ഹെൻറീസ് ലോ? ഹെൻറീസ് ലോ അറിയാത്ത ഒരാളും പ്ലസ് 2 ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹെൻറീസ് ലോ എന്താണെന്ന് എഴുതണം. റൈറ്റ് എനി 2 ആപ്ലിക്കേഷൻസ്. അതിലേതെങ്കിലും 2 ആപ്ലിക്കേഷൻ എഴുതിയാൽ മതി. ഹെൻറീസ് ലോ എന്താ നമുക്കറിയാം. മറ്റു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു സോളിബിലിറ്റി ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്തിന് പ്രപ്പോർഷനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അപ്ലൈ ചെയ്യുന്ന പ്രഷറിന് അല്ലേ. അപ്പോൾ ഒരു ഗ്യാസിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഹെൻറീസ് ലോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം പി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കൈ ആണെന്ന് നമുക്കറിയാം. കൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ
ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസിൻ്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ആയിരുന്നു, ഗ്യാസിൻ്റെ ലിക്വിഡ്. അതിനെയാണ് നമ്മൾ അപ്പോൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ കൂടിയാൽ ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസിൻ്റെ എമൗണ്ട് കൂടും. അതിനെയാണ് നമ്മൾ ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. നമ്മൾ അതിനെ P = എന്ന് പറഞ്ഞിട്ട് എന്താ പഠിച്ചിരുന്നത്? KH × കൈന. KH എന്ന് പറഞ്ഞാൽ എന്താ? ഹെൻറീസ് കോൺസ്റ്റന്റ് ആണ്. P is the partial pressure of the gas above the solution. X is the mole fraction of the dissolved gas in the solution. അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. എന്താ ഹെൻറീസ് ലോ എന്നാണ് ക്വസ്റ്റ്യൻ. പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ എഴുതാനായിരുന്നു. KH എന്താ? ഹെൻറീസ് കോൺസ്റ്റന്റ് ആണ്. അതൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. പിന്നെ മേജർ അപ്ലിക്കേഷൻ ഒരുപാടെണ്ണം ഉണ്ട്. കാർബണേറ്റഡ് ബീവറേജസ്, സോഡ വാട്ടർ മേക്കിംഗ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കുക. പിന്നെ നമ്മുടെ സ്ക്യൂബ ഡൈവിങ് അല്ലേ, സ്ക്യൂബ ഡൈവിങ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ബെൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ, മെഡിക്കൽ കണ്ടീഷൻ ഓഫ് ബെൻസ് അതിൻ്റെ 1-2 ലൈൻ്റെ എക്സ്പ്ലനേഷൻ എഴുതിയാൽ നല്ലത്. ഇനി എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളോട് അപ്ലിക്കേഷൻ ആണ് ചോദിച്ചത്. മൂന്നാമത്തത് അനോക്സിയ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ നമുക്കറിയാം. അനോക്സിയ ഇസ് ദ മെഡിക്കൽ കണ്ടീഷൻ. മറ്റേ ക്ലൈംബേഴ്സിനൊക്കെ അനുഭവപ്പെടുന്ന അനോക്സിയ എന്ന് പറയുന്ന മെഡിക്കൽ കണ്ടീഷനോ. ഇതിൽ 2 എഴുതിയാൽ മതി. അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് എഴുതാം. 3 മാർക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ് ഹെൻറി ലോയും അതിൻ്റെ അപ്ലിക്കേഷനും. അടുത്തത് നമ്മുടെ സൊല്യൂഷനിൽ നിന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഫ്രീസിങ് പോയിന്റിൻ്റെ ഡിപ്രഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സിമ്പിളാണ്. എനിക്ക് തോന്നുന്നത് ഇതേപോലത്തെ പ്രോബ്ലമൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. 1 gram ഓഫ് നോൺ വോളറ്റൈൽ ഇലക്ട്രോലൈറ്റ് ഡിസോൾഡ് ഇൻ 50 gram ഓഫ് ബെൻസീൻ ആണ് ഇവിടുത്തെ സോൾവെൻറ്റ്. 1 gram ആണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്. പിന്നെ ഫ്രീസിങ് പോയിന്റ് ഓഫ് ബെൻസീന് എത്ര ഡിപ്രഷൻ നടന്നു എന്നുള്ളതാണ്. ΔTF ആണ് തന്നിട്ടുള്ളത് 0.40 കെൽവിൻ. KF തന്നിട്ടുണ്ട് 5.12 K കിലോഗ്രാം മോൾ. ഇൻവേഴ്സ് ആണ് ഫൈൻഡ് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. ΔTF = KF × M. എല്ലാവർക്കും അറിയാം ഇതെന്താന്നുള്ളത്. ΔTF തന്നിട്ടുണ്ട്, KF തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. W2 വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, മാസ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട്. മാസ് ഓഫ് സോൾവെന്റ് തന്നിട്ടുണ്ട് 50 gram ആണെന്നുള്ളത്. 50 ഗ്രാമിൽ തന്നിട്ടുണ്ട്. ഫ്രീസിങ് പോയിന്റ് ΔTFന്റെ വാല്യൂ 0.40 ആണ് തന്നിട്ടുണ്ട്. KFന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ടിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയാം. M2 = W2/W1 × KF/ΔTF × 1000 ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ M2ന്റെ വാല്യൂ കിട്ടും 256 g/mol എന്ന് കിട്ടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ 3 മാർക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. ഇതൊന്നും കൊണ്ടുപോയി കളഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അടുത്തതും വളരെ സിമ്പിൾ. വാട്ട് ഈസ് ക്വാഡ്രാഷ്യസ് ലോ? 2 ആപ്ലിക്കേഷൻ, റൈറ്റ് എനി 2 ആപ്ലിക്കേഷൻ. വളരെ സിമ്പിളാണ് അല്ലേ? നമുക്കറിയാം എന്താ ക്വാഡ്രാഷ്യസ് ലോ. നമുക്കറിയാം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ എന്തിൻ്റെ ടോട്ടൽ സമ്മിനെയാണടാ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റിയോൺ പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആനിയോൺ ആണെന്ന് നമുക്കറിയാം. ആനിയോണിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി പ്ലസ് കാറ്റിയോണിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ ക്വാഡ്രാഷ്യസ് ലോ എന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസും ഞാൻ നോട്ടിൽ എഴുതി തന്നിട്ടുണ്ട്. കാൽക്കുലേഷൻ ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാം. കാൽക്കുലേഷൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കണ്ടുപിടിക്കാം. ആൽഫ = ΔM/ΔM0 ആണെന്ന് നമുക്കറിയാം. പിന്നെ നമുക്ക് എന്ത് കാണാം? നിങ്ങൾക്ക് KC കണ്ടുപിടിക്കാം. KC അല്ലെങ്കിൽ KA കണ്ടുപിടിക്കാം. ആസിഡിൻ്റെ ആണെങ്കിൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കാണാനുള്ള ഇക്വേഷൻ C⁴/1 - ആൽഫയാണ്. ഇതല്ല, ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കാണാം എന്നുള്ളതും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാണാം എന്നുള്ളതും ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാം എന്നുള്ളതും നമ്മുടെ ക്വാഡ്രാഷ്യസ് ലോയുടെ എന്താണെടാ? അപ്ലിക്കേഷൻസ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇതെല്ലാം വളരെ സിമ്പിളാണ്. 3 മാർക്കിൽ എവിടെയും നിങ്ങൾ ഒരു ബുദ്ധിമുട്ടും ആക്കിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എക്സാമിന് വരും, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു തന്നതാണ്. എന്താണ്? റൈറ്റ് കാഥോഡ് ആൻഡ് ആനോഡ് ഓഫ് ഡാനിയൽ സെൽ. റൈറ്റ് കാഥോഡ് ആൻഡ് ആനോഡ് ഓഫ് ഡാനിയൽ സെൽ ആൻഡ് ഡിറൈവ് നേൺസ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിൻ്റെ നേൺസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ആരാണ് ആനോഡ് എന്ന് എഴുതണം, ആരാണ് കാഥോഡ് എന്ന് എഴുതണം. അതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലേ? അതിന് നിങ്ങൾക്ക് കാഥോഡ് ആരാണ് ആനോഡ് ആരാന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ നേൺസ് ഇക്വേഷൻ ഡെറിവേഷൻ അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നില്ല. നമ്മുടെ നോട്ട്ബുക്കിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നതാണത്. അത് കംപ്ലീറ്റ് ഡെറിവേഷൻ ഉണ്ടെങ്കിൽ ഈ സെൽ ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, അങ്ങനെ തന്നെ നമ്മൾ തുടങ്ങണം അല്ലേ? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ആദ്യം നമ്മളോട് കാഥോഡ് ആരാ ആനോഡ് ആരോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്തിനാ? ഈ കാഥോഡ് എന്ന് പറയുന്നതിൻ്റെ നേൺസ് ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതാൻ അറിയോ എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അത് നമുക്കറിയാം. കാഥോഡ് എന്ന് പറഞ്ഞാൽ ആരാ? ഈ Cu2 + Cu കോപ്പറാണ് അവിടുത്തെ കാഥോഡ്. ആനോഡ് ആരാ? സിങ്കാണ്. ഇനി ഈ Cu2 + Cuൻ്റെ നേൺസ് ഇക്വേഷൻ എഴുതാം. ഈ Zn2 ഈ ആനോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആനോഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഈ Zn2 + Zn ആണ് അല്ലേ?
ഇതിൻ്റെ രണ്ടിൻ്റെ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതുക, എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, രണ്ടും മൈനസ് ചെയ്യുന്നു. അത് വളരെ സിമ്പിളായിട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ക്ലാസ്സിലൊക്കെ ചെയ്യിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ലാസ്റ്റത്തെ ഈ സെല്ല് കാണാനുള്ള ഡാനിയൽ സെല്ലിൻ്റെ ഈ സെൽ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? E0 സെല്ല് പ്ലസ് 0.0591 ബൈ നെർസ്റ്റ് ഇക്വേഷൻ. അവിടെ 2 ആണ്, നമ്മുടെ ഡാനിയൽ സെൽ ആയതുകൊണ്ട് n = 2 ആണ് നമുക്കറിയാം. 2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് ബാർ കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടും. വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. 3 മാർക്കൊക്കെ വളരെ ഈസിയാണ്. 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എവിടെയും കൺഫ്യൂഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് സിമ്പിളാണ് ക്വസ്റ്റ്യൻ, എന്നാലും ഒന്നൊന്ന് ആലോചിക്കേണ്ടതാണ് അല്ലേ. ഇതെന്താണ്? ഒരു പ്രോബ്ലം ആണ്, നമ്മുടെ കോഡ്രാഷ്യസ് ലോയായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം ആണ്. എന്തായിരുന്നു? കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡയലൂഷൻ അമോണിയം ക്ലോറൈഡിൻ്റെ, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ, NaClൻ്റെ എല്ലാം മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് നിങ്ങൾക്കറിയാം വീക്ക് ഇലക്ട്രോലൈറ്റാണ്, അതിൻ്റെത് തന്നിട്ടുണ്ട് അല്ലേ. മോളാർ കണ്ടക്ടിവിറ്റി എന്താണ്? 9.33 ആണെന്ന് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്നാണ് ചോദ്യം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാണാനാണ്, ആൽഫ കാണാനാണ് പ്രോബ്ലം. ആൽഫ ഈക്വൽ ടു മോളാർ കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. 9.33 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആൽഫയാണ് ചോദിച്ചത്. ആൽഫ കാണണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ്. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഓക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പക്ഷേ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് തന്നിട്ടില്ല. പക്ഷേ നമുക്കിത് കണ്ടുപിടിക്കാം. എന്ത് വെച്ചിട്ട്? കോഡ്രാഷ്യസ് ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് കാണാം. ഇത് തന്നിട്ടുണ്ട്, അപ്പോൾ അത് ഡിവൈഡഡ് ബൈ ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. വളരെ സിമ്പിളായിരുന്നു പ്രോബ്ലം. നമുക്ക് ആദ്യം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നും വെച്ചിട്ട് എഴുതിയിട്ട് ചെയ്യാം കേട്ടോ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അമോണിയം ക്ലോറൈഡിൻ്റെതും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് തമ്മിൽ ആഡ് ചെയ്യുന്നു. അതിന് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl കുറച്ചാൽ മതി. അതായിരിക്കും നമുക്ക് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് കിട്ടുക. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം ഓരോന്നിൻ്റെയും എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി വാല്യൂ 238.3 Siemens cm² മോൾ ഇൻവേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടിയല്ലോ. മോളാർ കണ്ടക്ടിവിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആൽഫ കാണാൻ ഈസിയാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? ആൽഫ ഇക്വൽ മോളാർ കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പോൾ അത് രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ഏകദേശം 0.03915 കിട്ടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് 3 മാർക്ക് കിട്ടാം. വളരെ ടെസ്റ്റിംഗ് ആണ്. ലാംഡ m0 ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ് കാണേണ്ടത്. മോളാർ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു, അത് കോഡ്രാഷ്യസ് ലോ യൂസ് ചെയ്തിട്ട് കാണുന്നു. എന്നിട്ട് നമ്മൾ ആൽഫ കാണുന്നു. അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? 3 മാർക്ക് ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്തതാണ്. ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ്റെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ്റെ ഒരു ഇക്വേഷൻ. അത് എന്നിട്ട് പിന്നെ ചോദിച്ചത് ഗിവ് എൻ എക്സാമ്പിൾ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾ ചോദിച്ചു. പിന്നെ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ, അത് നിങ്ങൾ എങ്ങനെയാണോ നോട്ട്ബുക്കിൽ ചെയ്തത് അതുപോലെ ഡെറിവേഷൻ ചെയ്ത് വെക്കുക. ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് ഞാനൊരു ഓർഡറിൽ ഞാൻ എഴുതിയതാണ്. നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചിട്ടുള്ളത് ആ ഒരു ഡെറിവേഷൻ ഓർഡറിൽ നിങ്ങൾ ചെയ്തിട്ട് ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇക്വേഷനായിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? ഇങ്ങനൊരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. K = 1/T ln R0/R അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ലാസ്റ്റ് ഇക്വേഷനായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ഡെറിവേഷനാണ് ചോദിച്ചത് കേട്ടോ. ആ ഡെറിവേഷൻ എഴുതണം. അതിന് 2 മാർക്കാണ്. അത് കൂടാതെ നമ്മളോട് ഒരു ഫസ്റ്റ് സീറോ ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. അമോണിയത്തിൻ്റെ ഡികമ്പോസിഷൻ ഓഫ് ഗേഷ്യസ് അമോണിയ ഓൺ ഹോട്ട് പ്ലാറ്റിനം കാറ്റലിസ്റ്റ് സൾഫേറ്റ് അറ്റ് ഹൈ പ്രഷർ. ഹൈ പ്രഷറിൽ ഇതിൻ്റെ ഡികമ്പോസിഷൻ, പ്ലാറ്റിനത്തിൻ്റെ സർഫസിൽ അമോണിയയുടെ ഡികമ്പോസിഷൻ, അതൊരു സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിളാണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം, നല്ലതാണ്. സീറോ ഓർഡറിനാണെങ്കിലും ഫസ്റ്റ് ഓർഡറിനാണെങ്കിലും ഒക്കെ ഓരോ എക്സാമ്പിൾ വീതെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. അത് വളരെ ഫസ്റ്റ് ഓർഡറിനൊക്കെ ആണെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ന്യൂക്ലിയർ മറ്റേ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ എനിക്ക് തോന്നുന്നു യൂണിറ്റ് ടെസ്റ്റിനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ ഫസ്റ്റ് ഓർഡറിനും സെക്കൻഡ് ഓർഡറിനും സീറോ ഓർഡറിനും ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ഇതെല്ലാം ഏത് ഓർഡറാണ് അങ്ങനെ ഇതന്നെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് അറിയുന്ന വേറെ ഏതെങ്കിലും NCERT വേറെ ഒരുപാടെണ്ണം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ട് തോന്നിയത് അത് എഴുതിയാലും മതി. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി വേറെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
പിന്നെ സിമ്പിൾ ഒരു പ്രോബ്ലം, കൈനറ്റിക്സിന്റെ പ്രോബ്ലം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചത് ഹാഫ് ലൈഫ് കാൽക്കുലേറ്റ്, റേറ്റ് കോൺസ്റ്റന്റ് കാണാനും ഹാഫ് ലൈഫ്. റേറ്റ് കോൺസ്റ്റന്റ് കിട്ടാതെ നമുക്ക് ഹാഫ് ലൈഫ് കിട്ടൂല. ഹാഫ് ലൈഫ് കാണാനുള്ള ഇക്വേഷൻ ഫസ്റ്റ് ഓർഡർ ആണ്. ഹാഫ് ലൈഫ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, ടി ഹാഫ് ഈക്വൽ ടു 0.693/k ആണെന്ന് നമുക്കറിയാം അല്ലേ. അത് വെച്ചിട്ട് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ കിട്ടണ്ടേ. കെയുടെ വാല്യൂ കിട്ടിയാലല്ലേ നമുക്ക് കാണാൻ പറ്റൂ. ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, ഫൈനൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, ടൈമും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മുടെ കെയുടെ ഇക്വേഷൻ ഫസ്റ്റ് ഓർഡർ അല്ലേ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു, ജസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കെക്ക് ഒരു വാല്യൂ കിട്ടും. മിനിറ്റിലാണ്, നമ്മുടെ 40 മിനിറ്റ് ആണ്, അതുകൊണ്ട് മിനിറ്റിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. മിനിറ്റിൽ നമുക്കൊരു ആൻസർ കിട്ടി. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, 0.693/k ടി എഫ്, ഇതേപോലെ തന്നെ ടി എഫ് കാണാനുള്ള ഇക്വേഷൻ ഫസ്റ്റ് ഓർഡറിൻ്റെ അതാണ്. അപ്പോൾ നമ്മൾ കെയുടെ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി, ടി ഹാഫ് ഇസ് ഈക്വൽ ടു 20 മിനിറ്റ്സ് എന്ന് കിട്ടി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ മനോഹരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കൈനറ്റിക്സിലെ പ്രോബ്ലംസ് എല്ലാം വളരെ സിമ്പിളാണ്. Then, what is osmosis and reverse osmosis? Mention one important practical utility of reverse osmosis. Write example for a semi-permeable membrane. ഇത് വാട്ട് ഈസ് ഓസ്മോസിസ് ആൻഡ് റിവേഴ്സ് ഓസ്മോസിസ്? മെൻഷൻ വൺ ഇമ്പോർട്ടൻറ്റ് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി. അതും നോക്കിയിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ പല ആളുകളും കണ്ടിട്ടുണ്ടാവില്ല. അത് ഞാൻ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇട്ടത്. സെമി പെർമിയബിൾ മെംബ്രെയിൻ ഒരു എക്സാമ്പിൾ, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എവിടെയോ ഒന്ന് തകരാറായോ എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അത് എഴുതാൻ മറന്നുപോയി, മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ എപ്പോഴും, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടുന്നത്, ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ ഫുൾ വായിക്കണം. വായിച്ച് കഴിഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും ഇനി ഉണ്ടോ എഴുതാനെന്നുള്ള ഒന്നും കൂടെ നമ്മൾ കൺഫേം ചെയ്യണം. അല്ലാതെ അതിൻ്റെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി അതിനെ ഉള്ളൂ എന്ന് കരുതിയിട്ട് നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ കാണാതെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു മാർക്ക് പോയോ. അപ്പോൾ അങ്ങനെ ആവരുത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ഓസ്മോസിസ് എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിതൊന്നും ഇനിയിപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ലോ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ റീജിയനിലേക്ക് സോൾവെന്റ് മോളിക്യൂൾസിന്റെ ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിനിലുള്ള മൂവ്മെന്റ് ആണ് ഓസ്മോസിസ്. അത് റിവേഴ്സ് നടക്കുമ്പോൾ അതിനെ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയും. ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതലുള്ള പ്രഷർ സൊല്യൂഷൻസ് ആയിട്ടുള്ള ഹയർ കോൺസെൻട്രേഷൻ റീജിയനിൽ കൊടുക്കുമ്പോഴാണ് റിവേഴ്സ് ഓസ്മോസിസ് നടക്കുക. അത് വെച്ചിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പിക്ചറൊക്കെ വരച്ച് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ, അത് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ആണ്. പ്യൂരിഫിക്കേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പ്യൂരിഫിക്കേഷൻ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാ. ഇതൊക്കെ നമ്മൾ ഇനി ഇങ്ങനെ പറയണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട്ബുക്കിൽ വളരെ ഭംഗിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പിക്ചറൊക്കെ വരച്ച് എഴുതുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ ഒരു മെംബ്രെയിൻ, സെൽ മെംബ്രെയിനോ പിഗ് മെംബ്രെയിനോ എഗ് മെംബ്രെയിനോ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ സെല്ലുലോസ് അസറ്റേറ്റ്, ഞാൻ നമ്മുടെ റിവേഴ്സ് ഓസ്മോസിസ് നടക്കുന്ന സമയത്താണെങ്കിൽ സെല്ലുലോസ് അസറ്റേറ്റ് ഒക്കെ യൂസ് ചെയ്യും. സെമി പെർമിയബിൾ മെംബ്രെയിനായിട്ട് സെല്ലോഫെയിൻ, ഇതെല്ലാം പറ്റും കേട്ടോ. ഇതെല്ലാം നമുക്ക് ഏതെങ്കിലും ഒന്നേ ചോദിച്ചിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു ഒരു SPM സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതണം. അത് എഴുതിയിട്ടില്ലെങ്കിൽ 1/2 മാർക്ക് വീതം നിങ്ങൾക്ക് പോകുന്നതായിരിക്കും. സെമി പെർമിയബിൾ മെംബ്രെയിൻ എക്സാമ്പിൾ ഒന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ 3 മാർക്കിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻസും കഴിഞ്ഞോ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ എനിക്ക് തോന്നുന്നത് എവിടെയും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. ദെൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇനി 3 ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി. 4 മാർക്ക് വീതമാണുള്ളത്. 12 മാർക്കാണ് നമുക്ക് അവിടുന്ന് കിട്ടാൻ പോകുന്നത്. അതിൽ വളരെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വളരെ ഈസി ക്വസ്റ്റ്യൻ, ബട്ട് ഈസ് ആൻ ഐഡിയൽ സൊല്യൂഷൻ. റോൾസ് ലോ ഒബേ ചെയ്യുന്ന എല്ലാ സൊല്യൂഷൻസിനെ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാം. ഗിവ് വൺ എക്സാമ്പിൾ. ഹെക്സേൻ പ്ലസ് ഹെപ്റ്റെയിൻ, ക്ലോറോ മീഥേൻ പ്ലസ് ക്ലോറോ ബ്രോമോ ഈഥേൻ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അതെല്ലാം നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൽ ക്വസ്റ്റ്യൻ. പിന്നെ വാട്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ എത്ര ഉണ്ട്, നെഗറ്റീവും പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ട്. ഇവിടെ എന്താ ചോദിച്ചത്, മിക്സർ ഓഫ് എഥനോൾ ആൻഡ് വാട്ടർ എക്സ്പ്ലെയിൻ. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വെച്ചിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എഥനോൾ പ്ലസ് വാട്ടർ എന്ന് പറയുന്ന സൊല്യൂഷൻ ഏത് ഡീവിയേഷൻ തരും, പോസിറ്റീവ് ഡീവിയേഷൻ തരുമോ നെഗറ്റീവ് ഡീവിയേഷൻ തരുമോ എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കറിയാം ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. എ ഇൻട്രാക്ഷൻ ഈക്വൽ ടു ബി ഇൻട്രാക്ഷൻ ഈക്വൽ ടു എ ഇൻട്രാക്ഷൻ ബി ഇൻട്രാക്ഷൻ എ ബി ഇൻട്രാക്ഷൻ സിമിലർ ആണ്. അതിന് ഡെൽറ്റ എച്ച് മിക്സ് 0 ആണ്, ഡെൽറ്റ വി മിക്സ് 0 ആണ്. ഇതെല്ലാം നമുക്കറിയാം. അതിൻ്റെ മിക്സർ ഓഫ് ഹെക്സേൻ പ്ലസ് ഹെപ്റ്റൈൻ എന്ന് പറയുന്നത് അതൊരു ഐഡിയൽ സൊല്യൂഷൻ്റെ എക്സാമ്പിൾ ആയിട്ടും നമ്മൾ NCERT പറയുന്നുണ്ട്. NCERT അത് മാത്രമല്ല വേറെ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇതന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മുടെ പോസിറ്റീവ് ഡീവിയേഷൻ ആണ് നമ്മൾ പറഞ്ഞു. എഥനോൾ പ്ലസ് വാട്ടർ, അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു AB ഇൻട്രാക്ഷൻ വളരെ വീക്കാവുമ്പോൾ വേപ്പർ പ്രഷർ കൂടും. അതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, വേപ്പർ പ്രഷർ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും റോൾസ് ലോ പ്രകാരം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടും അല്ലേ. അപ്പോൾ വേപ്പർ പ്രഷർ കൂടുന്നതായിട്ടുള്ള ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് വരയ്ക്കാൻ അറിയാം അല്ലേ. നമ്മൾ റോൾസ് ലോ പ്രകാരമുള്ളതാണ്. ഡോട്ടിട്ട് തിക്ക് ലൈനാണ് ഡീവിയേഷൻ കാണിക്കുന്നത്. പോസിറ്റീവ് ഡീവിയേഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഗ്രാഫിക് റെപ്രസെൻറ്റേഷനിൽ അതിൻ്റെ ഡീവിയേഷൻ നമ്മൾ പോസിറ്റീവായിട്ട് കാണിക്കണം. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ താഴോട്ടും വരച്ചിട്ടാണ് കാണിക്കേണ്ടത്.
ദെൻ സ്കെച്ച് എ ഡയഗ്രാം ഓഫ് H2O2 ഫ്യൂൽ സെൽ. ഫ്യൂൽ സെല്ലിൻ്റെ ഡയഗ്രാം വരക്കാം. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ഇലക്ട്രോഡ് റിയാക്ഷനിലെ കെമിക്കൽ റിയാക്ഷൻ ഏതെല്ലാമാണ്, ഓരോ ഇലക്ട്രോഡിലും നടക്കുന്ന റിയാക്ഷൻ, ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ ഏതാണ്, ഓവറോൾ റിയാക്ഷൻ ഏതാണെന്ന് എഴുതണം. റൈറ്റ് എനി ടു അഡ്വാൻറ്റേജസ് ഓഫ് H2O2 ഫ്യൂൽ സെൽ. H2O2 ഫ്യൂൽ സെല്ലിൻ്റെ ഏതെങ്കിലും 2 അഡ്വാൻറ്റേജസ് ഏതാനാണ്? വളരെ സിമ്പിളാണ്. NCERT-ൽ നമ്മൾ അതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പിക്ചർ, വളരെ മനോഹരമായിട്ടുള്ളൊരു പിക്ചർ ഉണ്ട്. നമ്മൾ KOH-നെയോ NaOH-നെയോ ഒക്കെ ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നു, H2 പാസ് ചെയ്യുന്നു, O2 പാസ് ചെയ്യുന്നു, ആനോഡ് കാഥോഡ്. ഇത് വളരെ ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളതിന് മാർക്ക് കൊടുത്താൽ മതി. ആനോടും കാഥോടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് H2 വിട O2 വിട അങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഫുൾ മാർക്ക് കൊടുക്കാം, കിട്ടുന്നതല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ റിയാക്ഷൻ, കാഥോഡിലെ റിയാക്ഷൻ എന്താണ്, ആനോഡിലെ റിയാക്ഷൻ എന്താണ്, ഓവറാൾ റിയാക്ഷൻ എന്താണ്, വാട്ടറാണ് അവിടുത്തെ ഔട്ട്പുട്ട് അല്ലേ. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ ഫ്രീ ആണ്. അതിൻ്റെ അഡ്വാൻറ്റേജസ് 70% എഫിഷ്യൻറ്റ് ദാൻ അതർ ഫ്യൂൽസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹൈ എഫിഷ്യൻസി ഉണ്ട്, എക്കോ ഫ്രണ്ട്ലി ആണ്, ക്ലീൻ ആണ്, അവിടെ നിന്നൊന്നും എന്ത് ചെയ്യുന്നില്ല, പൊല്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നൊക്കെ നമ്മൾ കണ്ടു. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓർഡർ മോളിക്കുലാരിറ്റി നമ്മളെ ഡിഫറൻസ് വളരെ സിമ്പിളാണ്. അതൊക്കെ ഞാൻ പറയേണ്ട കാര്യം തന്നെയല്ല. നമുക്കറിയാം ഓർഡർ എന്താണ്, സം ഓഫ് പവേഴ്സ് ആണ്, കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവറിൻ്റെ സമ്മാണ്. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ നമുക്കറിയാം. അത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചു. പിന്നെ ഒരു പ്രോബ്ലം ആണുള്ളത്. ഈ പ്രോബ്ലം ആയിരിക്കും ചിലർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവുക. അത് വളരെ സിമ്പിളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻക്രീസ്ഡ് ബൈ ആണ്. അതുകൊണ്ട് K2 എടുക്കുമ്പോൾ 2 K1ഉം K1 ഈ 2 Kയും കൂടെ കൂട്ടണം. അപ്പോഴേ നമുക്ക് ഇൻക്രീസ്ഡ് ബൈ ആകുമ്പോൾ K2 നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്. ഇൻക്രീസ്ഡ് 2 ആണെങ്കിൽ നമുക്ക് ഇത് എടുത്താൽ മതിയായിരുന്നു. ഇൻക്രീസ്ഡ് ബൈ ആയതുകൊണ്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ K2 ആയിട്ട് എടുക്കുന്നത്. അതാണ് ഇപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക. എയും കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ജസ്റ്റ് ഇക്വേഷൻ കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആണ്. ഭയങ്കരമായിട്ട് ആദ്യം നമ്മൾ ഓർഡറും മോളിക്കുലാരിറ്റിയും നമ്മളെ ഡിഫറൻസ് ആണ്. എക്സ്പെരിമെൻ്റൽ വാല്യൂ ആയിട്ട് കിട്ടുന്നതാണ്. മറ്റ് തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. സം ഓഫ് ദ പവേഴ്സ് ആണ്. നമ്പർ ഓഫ് റിയാക്റ്റീവ് സ്പീഷീസ് ആണ്. എത്ര റിയാക്റ്റീവ് സ്പീഷീസ് ആണ് റിയാക്ട് ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ മോളിക്കുലാരിറ്റിയിൽ പറയുന്നത്. അതുപോലെ നമ്മുടെ സീറോയും ഈവൻ നമ്പേഴ്സും ഫ്രാക്ഷണലും നെഗറ്റീവും ഒക്കെ വരാം ഓർഡർ. എന്നാൽ മോളിക്കുലാരിറ്റി അങ്ങനെ വരില്ല. 1 2 3 അങ്ങനെ വരുള്ളൂ. 0 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. മോളിക്കുലാരിറ്റി 0 ആവുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് 0 ആവുന്ന ഒരു സാധനം ഉണ്ടോ? അങ്ങനെ സാധനം ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു 3 4 ഡിഫറൻസ് മാത്രം എഴുതിയാൽ മതി. ഒരുപാടെണ്ണം ഒന്നും എഴുതണമെന്നില്ല. ഒരു 4 വരെ ഒക്കെ എഴുതാം. ക്വസ്റ്റ്യൻ്റെ T1 തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യനിൽ 300 Kelvin ആണ്. K1 തന്നിട്ടുണ്ട്, T2 തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻക്രീസ്ഡ് ബൈ എന്നാണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് K2 ആയിട്ട് നമ്മൾ K1 + K2 എടുക്കണം എന്നുള്ളതാണ്. അറിയാതിരിക്കില്ല, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അറിയുന്ന ഇക്വേഷൻ ജസ്റ്റ് ലോഗ് K2/K1 A/2.303R T2 - T1/T1 T2 നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ്. അപ്പോൾ നമ്മളിവിടെ K2 കണ്ടുപിടിച്ചല്ലോ. K1 എന്താ നമുക്കറിയാലോ. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ കണ്ടുപിടിക്കാനുള്ളതാണ്. എയും കണ്ടുപിടിക്കാനാണ്. ആറിൻ്റെ വാല്യൂ നമുക്കറിയാം, T2 അറിയാം, T1 അറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ എൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 113.07 kJ/mol ആണ്. ജൂളിലാണെങ്കിൽ 113,065.6 ആണ്. കിലോ ജൂളിലാണെങ്കിൽ ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇയുടെ വാല്യൂ അവിടെ കിട്ടി. നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, എയുടെ വാല്യൂ എക്സ്പോണൻഷ്യൽ ഫാക്ടർ മറ്റേ അറീനിയസ് ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ജസ്റ്റ് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ എത്ര കിട്ടും, 1.22 × 10⁻²4 എന്ന് കിട്ടും. വളരെ സിമ്പിളാണ്. ഇനി ഇൻക്രീസ്ഡ് 2 ആണ് ക്വസ്റ്റ്യനിലുള്ളത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താ, നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ ആയതുകൊണ്ടാണ് നമ്മൾ K2 അങ്ങനെ എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്താണോ നമുക്ക് ഇൻക്രീസ്ഡ് 2 എന്ന് പറഞ്ഞിട്ട് വാല്യൂ തരുന്നത് അതിനെ തന്നെ നമ്മൾ K2 ആയിട്ട് എടുക്കണം. അങ്ങനെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ ആൻസർ കിട്ടുക 110. എയുടെ ആൻസർ 4.61 × 10⁻23 ആണ് കിട്ടുക. നമ്മുടെ ഇൻക്രീസസ് ബൈ ആണ് ചോദിച്ചത്, അതുകൊണ്ട് ഇൻക്രീസസ് ബൈ ചെയ്താൽ മതി. ഇൻക്രീസസ് 2 ഞാൻ അറിയാതെ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് കുറച്ച് പോകുന്നതായിരിക്കും കേട്ടോ. ഇൻക്രീസസ് 2 അല്ല, നമ്മളോട് ഇൻക്രീസസ് ബൈ ആണ് ചോദിച്ചത്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. സോറി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് അബൌട്ട് ഷീ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഷീ എന്താണെന്ന് ചോദിച്ചു. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിച്ചു. ഹൗ ക്യാൻ വി മെഷർ SRP ഓഫ് എ സിംഗിൾ ഇലക്ട്രോഡ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കൊടുത്ത നോട്ട് തന്നെ ഇങ്ങോട്ട് എടുത്തതാണിത്. ഇനി നിങ്ങൾക്ക് നിങ്ങളെങ്ങനെയാണോ എഴുതിയ ഓർഡറിൽ നിങ്ങൾക്ക് എഴുതാം. എന്താണ് ഷീ എഴുതുക. ഷീ എഴുതുമ്പോൾ അതിൻ്റെ പിക്ചറൊക്കെ വേണം. പിക്ചറൊക്കെ എഴുതിയിട്ട് ആ ഷീനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നും അതിൽ ആനോടുള്ള റിയാക്ഷൻ, ഗ്യാതോടുള്ള റിയാക്ഷൻ എന്താണ് ഷീ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതുന്നതായിരിക്കും നല്ലത്.
ഷീ ആനോഡായിട്ടും ക്യാഥോഡായിട്ടും ആക്ട് ചെയ്യുന്നതാണ്, അതിൻ്റെ പൊട്ടൻഷ്യൽ 0 ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. പിന്നെ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് മെഷർ ചെയ്യുക, ഞാനിവിടെ കോപ്പറിൻ്റെയാണ് പറഞ്ഞിട്ടുള്ളത്. കോപ്പർ ഇലക്ട്രോണിനെ ഷീയോ ആയിട്ട് കണക്ട് ചെയ്യുന്നു. നമ്മൾ കോപ്പറിനെ നമ്മൾ അവിടെ എന്തായിട്ട് എടുക്കുന്നു, ക്യാഥോഡായിട്ട് എടുക്കുന്നു. ഷീനെ നമ്മൾ അവിടെ ആനോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഷീൻ്റെ 0 പൊട്ടൻഷ്യൽ, ക്യാഥോഡ് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് 0.34 ആണ്. അത് ആർക്ക് തുല്യമായിരിക്കും? കോപ്പറിന് തുല്യമായിരിക്കും. അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ഒരു സിംഗിൾ ഇലക്ട്രോഡിൻ്റെ മെഷർമെൻറ്റ് ഓഫ് SRP ചെയ്യാം. നമ്മൾ ചെയ്തിട്ടുള്ളത് കോപ്പറിൻ്റെയാണ്. ഇനി സിങ്കിൻ്റെ ചെയ്തവരുണ്ടാവും, സിങ്കിൻ്റെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, സിങ്കിൻ്റെ വെച്ച് ചെയ്താലും നിങ്ങൾക്ക് ഫുൾ സ്കോർ കിട്ടും കേട്ടോ. ഇത്രയാണ് മക്കളെ നമ്മുടെ ഫിൻടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിളായിരുന്നു എക്സാം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക, എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്യുക. നമ്മളിനി അടുത്ത സ്റ്റെപ്പിലേക്ക് 3 ചാപ്റ്റർ കഴിഞ്ഞ് ഫിൻടെസ്റ്റാണ് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കൂടുതൽ ചാപ്റ്റേഴ്സ് വരുമ്പോൾ ഈ ഫിൻടെസ്റ്റിൻ്റെ ചാപ്റ്റേഴ്സ് നമ്മൾ പക്കയായിട്ടുണ്ടാവണം. ഇനി അടുത്ത കൂടുതൽ ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പോകാൻ പോകുന്നതിന് മുമ്പ് ഫിസിക്കൽ കെമിസ്ട്രി പോർഷൻസ് ഈ 3 എണ്ണമാണ് നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്നതുള്ളൂ. അതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ട് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഫിൻടെസ്റ്റ് നന്നായിട്ട് നല്ല മാർക്ക് കിട്ടട്ടെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. താങ്ക് യു.